ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം കാർത്തിക മഹോത്സവത്തോടെ വ്യാഴാഴ്ച സമാപിക്കും. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രം. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നടന്ന ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. രാവിലെ 5:30 ഗണപതി ഹോമം, സമൂഹ പ്രാർത്ഥന, ഭാഗവത പാരായണം, ഗോവിന്ദ പട്ടാഭിഷേകം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, പ്രസാദ ഊട്ട, പാരായണം തുടർച്ച എന്നിവ നടന്നു. വൈകിട്ട് 5-ന് രുക്മിണി സ്വയംവരം നടന്നു. വൈകിട്ട് 7-ന് ദീപാരാധനയും പുല്ലേലില്ലം ശ്രീവത്സൻ നമ്പൂതിരിയുടെ പ്രഭാഷണവും നടന്നു. 6-ാം ദിവസമായ ഡിസംബർ 3-ന് കുചേലഗതിയും 7-ാം ദിവസമായ ഡിസംബർ 4-ന് തൃക്കാർത്തിക മഹോത്സവത്തോടെയും സ്വർഗാരോഹണ ചടങ്ങുകളോടെയും ഭാഗവത സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും സമാപിക്കും. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ഡി സൽജി, ഇ കെ സുനിൽകുമാർ, രാജേശം, ശരവണ രാധാകൃഷ്ണൻ, ഉത്തമൻ പിള്ള, വിപിൻ മേനോൻ പി, ഭാർഗവൻ ചക്കാല, ദിലീപ്, കെ അനന്തകൃഷ്ണൻ, ജി രാധാകൃഷ്ണപിള്ള, ദേവസ്വം SGO വിനോദ് കുമാർ, സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ അരുൺ കെ പണിക്കർ, ബി പ്രസന്നൻ, ദേവരാജൻ പിള്ള, അഡ്വക്കേറ്റ് പ്രേംകുമാർ കാർത്തികേയൻ, മുരളീധരൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മുല്ലപ്പള്ളി, PM രാധാകൃഷ്ണൻ, പി രവീന്ദ്രൻ പിള്ള, ഡി രാധാകൃഷ്ണൻ, പി രഘുത്തമൻ, MN മനോഹരൻ, മുരുകൻ M പ്രസാദ് വി, സന്തോഷ് വി, ലീല M, ശശികല A, നദീറ S, ശിവൻപിള്ള, ശശിധരൻ പിള്ള, ജയലക്ഷ്മി R കല്ലറക്കൽ മഠം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുല്ലേലില്ലം VP പ്രഭാകരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പുല്ലേലില്ലം ശ്രീവത്സൻ നമ്പൂതിരിയാണ് സഹാചാര്യൻ. ഗോപകുമാർ ശർമ്മ, മാരൻകുളങ്ങര മഠം, പ്രദീപ് നാരായണൻ, പ്ലാപ്പള്ളി മഠം എന്നിവരാണ് യജ്ഞപൗരാണികർ.